വാട്ട് ഈസ് ദ വൺ ഫിനാൻഷ്യൽ ഹാബിറ്റ് ദാറ്റ് എല്ലാവർക്കും വേണ്ടത്? ലൈക്ക് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഹാബിറ്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ആദ്യം ഇപ്പം നമ്മൾ പറയാ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പറയും. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങളൊരു കരുതൽ തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ അത് പല രീതിയിലാവും. ഇപ്പം നിങ്ങളുടെ ഒരു ഇൻകം വന്നു, അതിലാദ്യം തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 20% വരുമ്പോൾ തന്നെ മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളുകൾ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിൽ ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കാൻ നോക്കുക. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തോ. പിന്നെ നിങ്ങൾ ലോൺസ് കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ലോണുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ലോണുകൾ ഉണ്ടെങ്കിൽ നോക്കേണ്ടത് ഓരോ ലോൺ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക ഓരോന്നിനും എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പലിശ അടയ്ക്കുന്നത് എത്രയാണ്. അപ്പോൾ അതൊക്കെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലിശ കൂടുതലുള്ള ലോണുകൾ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അച്ചടക്കം കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ വൺസ് അത് കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കൂടി സേവിങ്സിലേക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. പിന്നെ മറ്റൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ഗോളുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക എന്നുള്ളതിനേക്കാളിൽ ഭാവിയിലേക്ക് ഉള്ള ഒരു കരുതൽ എന്നുള്ള രീതിയിലേക്ക് ആദ്യം മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ബഡ്ജറ്റിംഗ് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അത് ഓരോ മാസവും കൃത്യമായിട്ട് നമ്മൾ ബഡ്ജറ്റിംഗ് നടത്തുക. എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ്സുകളോ അല്ലെങ്കിൽ സേവിങ്സോ കരുതി വെച്ച് പോവുക എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ ലോൺസ് ഇതാക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു തുക മാറ്റി വയ്ക്കുക. പിന്നെ ഈ എമർജൻസി ഫണ്ട് പ്രൊട്ടക്ഷൻ കാര്യങ്ങളെല്ലാം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഇനി ചില ടൈമിൽ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അന്ന് ഈ പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഉള്ളത് പോരാതെ വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് കൂടുതലാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് ലോൺസ് കാര്യങ്ങളിൽ. ഇൻട്രസ്റ്റ് കൂടിയ ലോണുകൾ കാര്യങ്ങളെല്ലാം തന്നെ വേഗം തന്നെ അടച്ച് അല്ലെങ്കിൽ റീബാലൻസിങ് നടത്തിയിട്ട് അതിൻ്റെ പലിശ കുറയ്ക്കാൻ നോക്കുക. ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യുക. പിന്നെ മറ്റൊതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. കരിയർ ഡെവലപ്മെന്റുകളോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ സ്കില്ലിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അതിനിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഇൻകം കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ ആ ഒരു രീതിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ്സുകൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ഫസ്റ്റ് തന്നെ അതിലേക്ക് അലോക്കേഷൻ കൊടുക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ ബേസിക്കലി പേ യുവർ സെൽഫ് ഫസ്റ്റ്. അതെ.